ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ഇന്ന് ജിമ്മിൽ പോവാണ് ഗൈസ്. ജിമ്മിൽ പോയി ഇന്ന് ബാക്കും ബൈസുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജിമ്മിൽ പോയി നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യം അവിടെ സംസാരിക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് അവിടെ ഞാൻ ജിമ്മിൽ പോകുന്നത് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ജിത്തു കൊണ്ട് ജിത്തു ഇട്ടിരിപ്പുണ്ട്. പിന്നെ വിശാലാണേൽ ഇപ്പോൾ അവിടെ നിന്ന് വരും. പിന്നെ ഗൈസ് ഞാനിന്ന് ഒരു ഹെയർ കട്ട് നടത്തിയതാണ്. ഞാൻ ഫോട്ടോ കാണിക്കും ഗൈസ്, ഞാൻ ഫോട്ടോ കാണിക്കണം. ഇത് ആ ഫോട്ടോ, ഇത് ഞാൻ പറഞ്ഞതാണ്. അവർ വെട്ടി വെച്ചിരുന്നത് കണ്ടു. അവർ ബംഗാളി, അവർ ഇംഗ്ലീഷോ മലയാളം അറിയാതെ, ഇംഗ്ലീഷ് പറയത്തില്ല, മലയാളം പറയത്തില്ല. ഞാൻ ആവുന്ന 18 പരിപാടി നോക്കിയാൽ മുടി കുറയ്ക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് വെട്ടാൻ പറഞ്ഞു. ഇത് വെട്ടിയിട്ട് അതിനകത്ത് മുടി ഉണ്ടല്ലോ മണ്ടാശം. ഞാൻ കണ്ട് മീഡിയം എന്ന് പറഞ്ഞു. ഇത് സത്യം പറഞ്ഞ മീഡിയം എന്ന് പറഞ്ഞാൽ അവൻ വെട്ടി കയറ്റി ഇങ്ങ് വെട്ടി തന്ന്. അവനാണെ ഒരു വെട്ടവനെ ഓരോരുത്തർ തൊലിയെ അവൻ വന്ന് വെട്ടി. എനിക്കാണെങ്കിൽ ചൊറിഞ്ഞു വന്നിരിക്കും. ഞാനാണെ ഒന്നും പറയാനും പറ്റത്തില്ല. അവസാനം ഞാനാണെങ്കിൽ ഇവൻ വെട്ടി കയറി വെട്ടി എന്തുവാ കയറ്റി പിടിച്ച് വെട്ടി പോകും. ഞാൻ എനിക്ക് മുടിയില്ല വന്ന് ഒരു പറ മുടിയുണ്ട് തലേത് വന്ന് കെട്ടി വെട്ടി വന്നപ്പോഴത്തേക്ക് മുടിയില്ല. ഞാൻ പറഞ്ഞു ബായ് റുക്കോ ഓർക്കട്ടോ എന്നൊക്കെ ഞാൻ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് ഹിന്ദി അറിയത്തില്ല, അവന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ ഓവർക്കട്ടെന്നൊക്കെ പറഞ്ഞ അവൻ ഓവർടേക്കെന്നൊക്കെ അവൻ കേൾക്കും. എന്നിട്ട് അവനാണേല് പിന്നെയും വെട്ടി ഞാൻ എന്തുവാ ഫിനിഷിങ് ആന്ന് പോലും. എന്നിട്ട് അവസാനം വെട്ടി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇത്രയും മുടി എന്തോ പറയാനാ, നാണം കെട്ടുപോയി. അവസാനം ഇതിനി വളർന്നാലേ അടുത്ത മാസം ഇനി കോളേജിൽ കയറാൻ പൈസ. അപ്പം നമുക്ക് ഇനി പോകണം. 5 മണിയായി. ഇനി വിശാൽ വരണം. വിശാൽ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. ഓക്കെ, അതങ്ങ് തയ്യാവോ ഗൈസ്? നമ്മൾ ക്രിയേറ്റിൻ പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇനി ക്രിയേറ്റിൻ ഇൻ്റെയൊക്കെയുള്ള സമയമാണ്. അപ്പോൾ സാധാരണ എല്ലാവരും കലക്കിയായി കുടിക്കും, ഞാൻ കലക്കി കുടിക്കത്തില്ല. ഞാൻ എടുക്കുന്നു, വായിലോട്ട് ഇടുന്നു. കമത്ത് ചൂട് നല്ലതാണ് ഗൈസ്, കാരണം കലക്കി കുടിക്കാൻ പറ്റും. ഇത് മെയിൻ എന്ന് പറയുമ്പോഴേ ഇതിപ്പോൾ പുത്തനായത്, അതുകൊണ്ട് കട്ടി പിടിക്കത്തില്ല. പക്ഷേ ഈ മറ്റേ കുറച്ച് നാൾ ആകുമ്പോഴത്തേക്ക് ഇത് കല്ല് പോലെ മറ്റേ കട്ടി പിടിച്ചിരിക്കും. അപ്പം നമുക്ക് കലക്കിയാൽ കലങ്ങത്തില്ല. അതുകൊണ്ട് അതിൽ നല്ലത് ഇങ്ങനെയാണ്. ഞങ്ങളെന്നാൽ വിശാൽ വന്നിട്ട് ഇപ്പോൾ ഇറങ്ങണം. ഓക്കെ, അവിടെ ചെന്നിട്ട് ഇനി എന്തുവാ കാണിക്കാം. ഇപ്പം നമ്മൾ ജിമ്മിലോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളെന്നാൽ അകത്തോട്ട് കയറാൻ പോവാണ്. ഒരു ഹായ് പറയടാ. ജിത്തു വരണം, അവൻ പറഞ്ഞാൽ ഗൈസ്. ഞങ്ങളെന്നാൽ ജിമ്മിലോട്ട് കയറുവാണ്. ഗൈസ്, അപ്പോൾ ഫോൺ അങ്ങ് ഓഫായി പോയി. അവിടെ വെച്ച് ഇറങ്ങുന്ന കൊടുക്കാൻ വേണ്ടി ഇരുന്നോളാം, പക്ഷെ നടന്നില്ല. ഫോൺ ഞാൻ നോക്കി ഒരു ശതമാനത്തിൽ ഇരിക്കുന്നു. പിന്നെ അങ്ങ് ഓഫായി പോവുകയും ചെയ്തു. പിന്നെ ഞാനിങ്ങ് പോകുന്നു. വന്നിട്ട് ഇനി ഡ്രസ്സൊന്നും മാറിയില്ല, വന്ന് കയറിയേ ഉള്ളൂ. ഡ്രസ്സ് മാറണം, ഇനി എന്തെങ്കിലും കഴിക്കണം. ഫുഡെന്ന് പറയുമ്പോൾ പ്രോട്ടീനായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കിപ്പോൾ വലിയ ഇപ്പോൾ ബൾക്കിങ്ങിന് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനുള്ള അനുസരിച്ചുള്ള ഡയറ്റൊന്നും എനിക്കിപ്പോൾ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡയറ്റൊക്കെ ബൾക്കിംഗ് ഫുഡൊക്കെ വാങ്ങിച്ച് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അല്ലാതെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓട്സ് കഴിക്കും. പിന്നെ മുട്ട വാങ്ങിക്കുവാണെങ്കിൽ മുട്ട കഴിക്കും. പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കുന്നില്ല, ചിലപ്പോൾ കഴിക്കാറേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ബൾക്കിംഗ് ഡയറ്റായിട്ടുള്ള അങ്ങനൊന്നും ഇല്ല. കഴിച്ചങ്ങ് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ഇനി ഫുഡ് കഴിക്കണം, ഫുഡ് ഉണ്ടാക്കണം. പ്രോട്ടീൻ നോക്കും,
എല്ലാം നോക്കുന്നുള്ളൂ, നോക്കിയേ കഴിക്കത്തുള്ളൂ. പക്ഷേ വലിയ വലിയ ബൾക്കിംഗ് ആയിട്ട് വലിയ രീതിയിലൊന്നും കഴിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല കയ്യിൽ, അതുകൊണ്ടത് വിഷയമാണ്. അപ്പോൾ ഇനി ഇന്നത്തെ അപ്പോൾ ഇത്തരമുള്ളായിരുന്നു ബ്ലോഗ്. അപ്പോൾ ബ്ലോഗല്ലായിരുന്നു, ഈ ചെറിയൊരു വീഡിയോ ആയിരിക്കും കഴിച്ചത്. അപ്പോൾ ഇത് അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. ചെന്ന് കയറിയപ്പോഴത്തേക്ക് മുടിഞ്ഞ ആൾ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എടുത്ത് വീഡിയോ എടുത്തെന്നൊക്കെ പറയുമ്പോൾ വേറെ ആളെ വെച്ചിട്ടും ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ 15 പേരാണ് പോകുന്നത്. ഭയങ്കര വിഷയമായിരുന്നു എടുക്കുന്നതൊക്കെ. പിന്നെ അത്യാവശ്യമൊക്കെ എടുത്തു. എൻ്റെ വർക്കൗട്ടൊക്കെ ഞാൻ പകുതി മുഖത്തോ ഞാൻ കാണിച്ചിട്ടുണ്ട്. വെച്ചാൽ അതിൽ ഒരു സെറ്റൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പക്ഷേ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും ഞാൻ ബാക്കിയും പൈസ ചെയ്യുന്ന വർക്കൗട്ടെല്ലാം അതിലുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ട്രെയിനിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കുറച്ച് ക്ലാസ് കാണണം. അതും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നാളത്തേക്കൊന്ന് പ്ലാൻ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നേരത്തെ എഴുന്നേക്കണം, കുറേ പരിപാടി ഉണ്ട് കഴിച്ചത്. അപ്പോൾ നാളെ അപ്പോൾ ഇപ്പോൾ സമയം 9:30 ഞാൻ വന്നപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. പിന്നെ ഞാൻ ഫോൺ ചാർജ് കുത്തിയിട്ടേക്കുമായിരുന്നു, ചാർജായി 9:30 കഴിച്ചപ്പോൾ. പിന്നെ അടുത്ത വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് വീഡിയോ ആണെങ്കിലും വരാം, എൻ്റെ ജേർണീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് കുടിച്ചിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.